നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ചോറ് വെക്കേണ്ട കാര്യത്തിനാണ്. പ്രത്യേകിച്ച് നമ്മുടെ മട്ട റൈസ് വളരെ ഡിഫിക്കൾട്ടാണ് ഒന്ന് വെന്ത് കിട്ടാൻ, കുറച്ച് സമയം അധികം എടുക്കും. അതുപോലെ കുക്കറുകൾ, ഞങ്ങൾ പല കുക്കറുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വിസിലടിക്കില്ല, ചിലപ്പോൾ ചോറ് വേവുമ്പോൾ അത് വെന്ത് കൂടുതലായി പോവും, ചിലപ്പോൾ അത് വേവില്ല, പിന്നെ രണ്ടാമത് വെക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഇനി ഏതേത് കുക്കറെ ഞങ്ങൾ ട്രൈ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പൊ ഇതാണ് ഇൻസ്റ്റന്റ് പോട്ട്. ഇതിൽ ചോറ് വെക്കുന്നതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഇൻസ്റ്റന്റ് പോട്ട് 5.5 ലിറ്റേഴ്സിന്റെ ആണ്. ഇതിൽ നമുക്ക് റൈസ്, മൾട്ടിഗ്രെയിൻ, പോറിഡ്ജ്, സ്റ്റീം, യോഗട്ട്, പ്രഷർ കുക്കിംഗ് മോഡ്, സോട്ട് മോഡ്, സ്ലോ കുക്ക്, പോൾട്രി, ബീൻ ചില്ലി, മീറ്റ് സ്റ്റ്യൂ, സൂപ്പ് ബ്രോത്ത്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ പ്രഷർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ കുക്ക് ചെയ്യേണ്ട, കുറച്ച് ഡിലേ ചെയ്യണമെങ്കിൽ ഡിലേ സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്. കുക്കിംഗ് കഴിഞ്ഞ് ഫുഡ് വാം ആക്കി ഇടാനുള്ള കീപ് വാം ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കുക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് ക്യാൻസൽ കൊടുത്താൽ ഇത് ടേൺ ഓഫ് ആകും. അപ്പൊ ഇത് നമ്മൾ ഒരു പവർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇത് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ കുക്കിംഗ് പോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് ഞാൻ ലിഡാണ് ഓപ്പൺ ചെയ്യുന്നത്. ലിഡില് നമുക്ക് ക്ലോസ് എന്നും ഓപ്പണും എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതായത് എങ്ങോട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ പ്രഷർ റിലീസ് ചെയ്യുന്നുള്ള ബട്ടൺ ആണ് ഇത്. ഇവിടെ വെന്റിങ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ സീലിംഗും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സീലിംഗിലേക്ക് തിരിച്ചു വെക്കണം. അഥവാ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ പ്രഷർ റിലീസ് ചെയ്യണമെങ്കിൽ ഇത് തിരിച്ച് വെന്റിങ്ങിലേക്ക് വെച്ചാൽ നമുക്ക് പ്രഷർ റിലീസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റന്റ് ആയിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു നോബ് കാണാം. ഈ നോബ് ഇപ്പൊ താഴെയാണ് ഇരിക്കുന്നത്. പ്രഷർ വരുമ്പോൾ ഈ നോബ് പ്രഷർ കൊണ്ട് റേസ് ആയിട്ട് അപ്പായിട്ട് ഇരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ലിഡിൽ വരുന്നത്. അതുപോലെ ഇൻസൈഡ് ദിസ് ലിഡ് നമുക്ക് കാണാം. ലിഡ് നമുക്ക് നോർമൽ പ്രഷർ കുക്കിലുള്ള പോലെ തന്നെയാണ്. ഇതുപോലെ ഒരു റിം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രഷറിന്റെ നോബിന്റെ ബാക്ക് സൈഡ് ആണിത്. ഇത്തരം കാര്യങ്ങളുള്ളൂ. നമുക്കിത് ഈസി ആയിട്ട് വാഷ് ചെയ്യാം. പ്രഷർ കുക്കർ പോലെ തന്നെ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇൻസൈഡിൽ നമുക്കൊരു ഇൻസ്റ്റന്റ് പോട്ടാണുള്ളത്. ഇതൊരു സ്റ്റീൽ പോട്ടാണ്. അതുകൂടാതെ എനിക്ക് കിട്ടിയതാണ് ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം. അതായത് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഈ പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈസിലി ക്ലീനിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടാകാനൊക്കെ എളുപ്പമുള്ള ഒരു സ്റ്റീൽ പോട്ടാണ്. ഇതിൽ നമുക്ക് മാക്സിമം ലെവൽസ്, അതായത് വെള്ളം എത്ര ഒഴിക്കണം എന്നുള്ള ലെവൽസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ല. ഞാനപ്പോൾ ചോറ് വെക്കാൻ പോവാണ്. അപ്പൊ ഈ ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന്, നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി നന്നായി കഴുകി മാക്സിമം ലെവല് വെള്ളത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പാത്രം എടുത്ത് പോട്ടിൽ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി റൈസ് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇനി ലിഡ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ പവർ സപ്ലൈ ഓൺ ചെയ്യണം. നമുക്ക് ഇവിടെ കാണുന്നത് ഓഫ് എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ പ്രഷർ കുക്ക് മോഡിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് പ്രസ് ഓൺ ദ പ്രഷർ കുക്ക് മോഡ്. സോ ഞാൻ ഓൾവേസ് 5 മിനിറ്റ്സ് ആണ് വെക്കാറ് മട്ട റൈസിന് വേണ്ടി. അപ്പൊ ഈ 5 മിനിറ്റ്സ് ഓൾറെഡി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നിങ്ങൾക്ക് 5 മിനിറ്റ്സ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറയ്ക്കാവുന്നതാണ്, അല്ല കൂട്ടണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഈ 5 മിനിറ്റ്സിൽ തന്നെ എനിക്ക് നന്നായി വെന്ത് കിട്ടാറുണ്ട്. പിന്നെ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ പ്രഷർ മോഡ് സീലിംഗിലാണ് കിടക്കുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഓണായി. ഇനി അരി വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അരി ആകും. അതുപോലെ തന്നെ അരി വെന്ത് കഴിഞ്ഞാൽ എന്ത് ഓപ്ഷനാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ കുക്കർ ഓൺ ആണ്. ഇനി ഒരു 10 മിനിറ്റ്സ് നമുക്ക് പ്രഷർ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം അതിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ടൈമർ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേയിൽ 5 4 3 2 1 എന്നാവും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു അലാം കേൾക്കാം. ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഞങ്ങൾ ജസ്റ്റ് മിസ്സായി പോയി. ഞങ്ങൾ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. അത് കാരണം അത് കാണിക്കുന്നില്ല വീഡിയോയിൽ. നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ടൈമർ ഓൺ ആയി. ഒരു 10 മിനിറ്റ്സിലേക്ക് ഓൺ എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുക ഇൻസ്റ്റന്റ് കുക്കിൽ. അത് കഴിഞ്ഞ് ടൈമറിന്റെ നിങ്ങൾ എത്ര മിനിറ്റ് ആണ് വെച്ചിരിക്കുന്നത്, അതായത് 10 മിനിറ്റ്സ് ആണെങ്കിൽ 10 9 8 എന്ന രീതിയിൽ കുറഞ്ഞു വരും. എന്നിട്ട് എൻഡ് ആകും. എൻഡ് ആകുന്ന സമയത്ത് ഒരു അലാം സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് എൻഡ് എന്നുള്ള ഡിസ്പ്ലേയും കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഓഫ് ആകും. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക.
ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുക്കിംഗ് അപ്പൊ എൻഡായി. പ്രഷർ കുക്കർ നമുക്ക് ഓഫ് ചെയ്തിടാം. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും ഈ പ്രഷർ നോബ് സീലിംഗ് മോഡിലാണ്. അതുപോലെ ഇപ്പൊ കണ്ടോ, ഇത് റേസ് ആയിരിക്കുന്നത്, അതായത് ഇൻസൈഡ് പ്രഷർ ഉള്ളത് കാരണമാണ് ഇത് റേസ് ആയിരിക്കുന്നത്. ഇത് ലോവർ ആകുമ്പോഴാണ് നമ്മൾ ചോറ് ഊറ്റാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതായത് ആ നോബ് റിലീസായി. അപ്പോൾ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് ചോറ് വാർക്കാവുന്നതാണ്. ആ പ്രഷർ നോബ് നിങ്ങൾ വെന്റ് എന്ന ഓപ്ഷനിലേക്ക് നീക്കുകയാണെങ്കിൽ പ്രഷർ ഒന്നും പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം എല്ലാ പ്രഷറും റിലീസായി എന്നാണ്. ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചോറ് പാകം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റന്റ് പോട്ട് ഉപയോഗിച്ച് നമ്മുടെ മട്ട റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടു. ഞാൻ പല രീതിയിലുള്ള പല കുക്ക് വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മൾ അടുപ്പില് വിറകൊക്കെ ഉപയോഗിച്ച് നമ്മൾ കലത്തിലാണ് ചോറ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ നാട്ടിൽ ചിലര് പ്രഷർ കുക്കറും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് UK-യില് പ്രഷർ കുക്കറിന്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോങ് ടൈം ഒരു വെസലില് വെള്ളം വെച്ച് നമ്മൾ അതിൽ വേവിച്ചെടുക്കണം. പക്ഷെ അത് ടൂ മച്ച് എനർജി കൺസ്യൂമിങ് ആയിരിക്കും. ഇവിടുത്തെ എനർജി ബില്ല് വളരെ ഹൈ ആണ്. അപ്പൊ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പ്രഷർ കുക്കർ എന്നുള്ള ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ പല പ്രഷർ കുക്കറും ട്രൈ ചെയ്ത് മടുത്തിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്, ഇൻസ്റ്റന്റ് പോട്ട്. പക്ഷെ ഏറ്റവും ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുക്കർ തന്നെയാണ്. മാത്രമല്ല ഇതിന് വിസിലൊന്നുമില്ല. നമുക്ക് എൻഡ് എന്നുള്ള ഒരു അലാം മാത്രമേ വരുള്ളൂ, അല്ലാതെ വിസിലില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. കുട്ടികൾ ഉറക്കി കിടത്തിയിരിക്കുകയാണെങ്കിൽ അതിന്റെ സൗണ്ട് കേട്ട് പിള്ളേർ ഞെട്ടി എണിക്കൊന്നുമില്ല. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വിസിലടിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ല്, ആ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ കുറെ അധികം ഗുണങ്ങളുണ്ട്. അത് മാത്രമല്ല ഫാസ്റ്റർ കുക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ 5 മിനിറ്റ്സ് ഇട്ട് കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു ഗ്ലാസ് അരിയൊക്കെ വെക്കുന്നുള്ളെങ്കിൽ 4 മിനിറ്റ്സ് ഇട്ടും കുക്ക് ചെയ്യാറുണ്ട്. എങ്ങനെ വെച്ചാലും അരി നല്ലോണം വെന്ത് കിട്ടുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് വെന്താണ് അരി ഉപയോഗിക്കുന്നത്. അത് നല്ലോണം വെന്ത് കിട്ടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആൻഡ് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻസ്റ്റന്റ് പോട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമന്റിൽ ഇടാം. അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെയും കമന്റ് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ ഇനി വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ചോദിക്കാം. അപ്പോൾ മറ്റൊരു ഉപകാരമുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.